ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി ഒരു വലിയ വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ, ഒരുപാട് തിരക്കാണ്. ഷോർട്സ് ഒക്കെ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. എല്ലാവരും ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജൂലൈ മന്തിൻ്റെ റീഡിംഗ് ആണ്. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ സന്തോഷ വാർത്തകളാണ് ജൂലൈ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. എനിക്ക് വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാൻ റീഡിങ്ങിൽ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾ ഫോൺ എടുത്താൽ എനിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ റീഡിംഗ് ടൈമിൽ നിങ്ങൾ വാട്സപ്പിലേ വരാവുള്ളൂ. ഉച്ച കഴിഞ്ഞൊക്കെ ഞാൻ ഒരുപാട് ടൈം റീഡിങ്ങിലായിരിക്കും. അതുകൊണ്ട് ആ സമയത്തൊന്നും ഫോൺ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വാട്സപ്പിൽ വരണം. അതായത് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണ്, ഞാനത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഉടനെ വിളിക്കുകയാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഞാൻ തിരക്കുള്ളൊരു വ്യക്തിയാണ്, റീഡിങ്ങിലായിരിക്കും, എപ്പോഴും റീഡിംഗ് ആണ്. ഒരു 12 മണിയോടുകൂടി റീഡിങ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഫുൾ ടൈം റീഡിങ്ങിലാണ്. അതിനിടയ്ക്ക് ഞാൻ ഓരോ വ്യക്തികളുടെ റീഡിങ് നോക്കുന്നതിനായിട്ട് നിങ്ങളെ വിളിച്ചാൽ ഞാൻ എങ്ങനെ ഫോൺ എടുക്കും? ഒരു റീഡിങ് കഴിയുമ്പം എത്ര മെസ്സേജുകൾ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി അതിന് റിപ്ലൈ തരും. നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഉടനെ വിളിച്ച് മെസ്സേജ് ഇടണ്ട. പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട. കാരണം ഞാൻ തിരക്കുള്ള ആളാണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജിന് പെട്ടെന്ന് നിങ്ങൾ ഇട്ട ഉടനെ സഡൻ ആയിട്ട് തന്നെ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ റിപ്ലൈ വേണമെങ്കിൽ നിങ്ങൾ വരണ്ട. എനിക്ക് എൻ്റെ ടൈമിനനുസരിച്ച് മാത്രമേ വാട്സപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക, ആ മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നിടം വരെ കാത്തിരിക്കണം. അത് തിരക്കുണ്ട്, എനിക്ക് നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഞാനൊന്ന് ഷഫിൾ ചെയ്തിട്ട് കാർഡ് എടുക്കാം. ഈ ജൂലൈ മാസം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാമേ. ഈ വീഡിയോ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇത് കാണാം. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഇത് കാണുന്നത് അപ്പം തൊട്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും കേട്ടോ. 6 of Wands ആണ് വന്നിരിക്കുന്നത്. Queen of Wands, Page of Swords, King of Swords, 4 of Pentacles, Strength, 7 of Wands, കുറച്ച് കാർഡോട് എടുക്കാമേ. ജൂലൈ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ചേഞ്ചസ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഫാസ്റ്റ് ചേഞ്ചസ് ആണ് വരുന്നത് കേട്ടോ. പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അതായത് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. വളരെ പെട്ടെന്ന് എന്തൊക്കെയോ ചേഞ്ചസ്, അതായത് പണം വരുന്നുണ്ട്, ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്നൊക്കെ വ്യക്തികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. വിക്ടറി വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വിജയം വരുന്നുണ്ട്. വിക്ടറി, ഏതൊക്കെയോ കാര്യങ്ങളിൽ വിജയമാണ്. അത് നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ വിജയമാണ്. ഇപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്നെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ വിജയമാണെന്നാണ് കാണിക്കുന്നത്. വിക്ടറിയാണ്, അതായത് ഞാൻ വിജയിക്കും,
എൻ്റെ ലൈഫിൽ വിജയം ഉണ്ടാവും എന്നുള്ളൊരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോവുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതിലേക്കൊന്നും അത് മൈൻഡ് ചെയ്യേണ്ടതില്ല. ഫ്യൂച്ചർ ഇപ്പോഴെന്തായാലും എൻ്റെ ഫ്യൂച്ചർ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് പോകും, എൻ്റെ ലൈഫ് ഒരു വിജയമാണ് എന്ന് ഉറച്ച തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് വിക്ടറിയാണ് കാണിക്കുന്നത്, വിജയമാണ് കേട്ടോ. നിങ്ങൾ പബ്ലിക്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധ്യതയുണ്ട്. പബ്ലിക്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് ആണ്. നിങ്ങളൊരു ബ്രൈറ്റ്, അതായത് നല്ല രീതിയിൽ നിങ്ങൾ തിളങ്ങാൻ പോകുന്നുണ്ട്. പബ്ലിക്കിൽ ഒരുപാട് തിളങ്ങാൻ പോകുന്നു. മറ്റുള്ളവർ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി തീരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരു സ്റ്റാർ ആവാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങൾ ആരാധനയോടെ നോക്കാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. നിങ്ങളുടെ ഫ്യൂച്ചർ അതാണ്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ പാഷനായിരിക്കും അത്. നിങ്ങളുടെ പാഷൻ കണ്ടെത്തി നിങ്ങൾ നല്ല ഒരു ലെവലിൽ എത്തുന്നവൻ. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവാണത്, നിങ്ങളുടെ സ്വന്തം കഴിവാണ്. അതിലൂടെ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നു, മറ്റുള്ളവർ ആരാധിക്കുന്ന വ്യക്തികളാകുന്നു. ഒരുപാട് ഉയർച്ച, ഒരുപാട് എന്താ പറയുക, സക്സസ് നിങ്ങളുടെ ലൈഫിൽ കാണുവാണ്. വിക്ടറി, നിങ്ങളുടെ ലൈഫ് വിജയമാണ്. അതുപോലെ നിങ്ങളിൽ ചിലർക്ക് പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നു. ജോലിയിലൊക്കെ പ്രൊമോഷൻ, അവാർഡുകൾ ലഭിക്കാൻ പോകുന്നു, സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ചില കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇത് പറയുന്നതൊക്കെ പല വ്യക്തികളുടെ കാര്യങ്ങളാണ് കേട്ടോ. ബ്രില്യൻ്റ് ആയിട്ടുള്ള സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് തന്നെയുള്ള സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിയൊന്നും ലഭിച്ചിട്ടില്ലായിരിക്കാം. അപ്പോൾ ഇതുവരെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ രീതിയിൽ ഒരു കരിയർ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതായത് ബ്രില്യൻ സക്സസ്, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള സക്സസ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തോന്നുന്നു ചില വ്യക്തികൾക്ക് കേട്ടോ. സക്സസ് ഒക്കെ പടിപടിയായിട്ട് കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ ഉയർന്നു വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും. അത് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ഓരോ കടമ്പകൾ കടന്ന് പോവേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒറ്റ ചാട്ടത്തിന് നമ്മുടെ മുന്നിലേക്ക് ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ അത് ചാടി നമ്മൾക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. അതിലേക്ക് പോകുന്ന വലിയൊരു കാര്യം, വലിയൊരു വിജയമാണ്, വലിയൊരു ലക്ഷ്യമാണ്, സ്വപ്നമാണ് നമ്മുടെ മുന്നിലെങ്കിൽ അതിലേക്ക് പോവേണ്ട പടികൾ ഓരോ പടികൾ ചവിട്ടി കയറി വേണം പോകാൻ. അപ്പൊ ആ ഒരു പടികൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ചവിട്ടി കയറി ആ ഒരു വലിയ ലക്ഷ്യത്തിലെത്തണം. അപ്പൊ അതിനും ചിലപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും, നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു തപസ് പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു തപസ്, അതല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ തപസ് ചെയ്യുകയാണ്. അതായത് അത്രയും നിങ്ങൾ ആ ഒരു ലക്ഷ്യം ലഭിക്കും എന്നുള്ള ആ ഒരു അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും, മെഡിറ്റേഷനും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ചില വ്യക്തികളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ചിലരോട് പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ഞാൻ പോകുന്ന പാത ശരിയായിട്ടുള്ള പാത്തിലൂടെയാണോ ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള സംശയം ചിലർക്കുണ്ട്. അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ്, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചെയ്യും പറയുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ മനസ്സ്, അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലൂടെ എന്തോ അത് മനസ്സൊരു കാര്യം നിങ്ങളോട് പറയും. നിങ്ങൾക്ക് പലയിടത്തും പല രീതിയിലുള്ള ഇതാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പലരും പല അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ, നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് ശരിയായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുമോ എന്നോർത്ത് വളരെയധികം പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം ഭയമാണ്. നിങ്ങൾ ചിലപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നുണ്ടാവാം. അതൊരു പക്ഷെ നിങ്ങളുടെ ഫാമിലി ലൈഫിലാകാം, നിങ്ങളുടെ കരിയറിലാവാം, നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസിൽ പെട്ടിരിക്കുന്നുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടണം, അതിന് ആക്ഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഭയമാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഭയത്തെ ലെറ്റ് ഗോ ചെയ്യാനാണ്. നിങ്ങളുടെ ഭയത്തെ ഫിയറിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ, എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ എന്നാണ് പറയുന്നത് കേട്ടോ.
അപ്പം നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പേടിച്ചിട്ട് കാര്യമില്ല. വരുന്നിടത്ത് വെച്ച് കാണാൻ വെക്കുക. വരുന്നത് വരട്ടെ, എന്തായാലും എനിക്ക് ഈ സിറ്റുവേഷൻ ഇനി തുടരാൻ പറ്റില്ല, ഞാൻ ആക്ഷൻ എടുക്കാൻ പോവാണ്, വരുന്നത് വരട്ടെ എന്നൊരു തീരുമാനം എടുക്കണം. പേടിക്കേണ്ട, വരുന്നതിന് നമുക്ക് വരുമ്പം ഫേസ് ചെയ്യാം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്താൽ അത് അങ്ങനെ വരുമോ, അല്ലെങ്കിൽ അന്നൊക്കെയോട്ട് പേടിച്ചിരിക്കുക. അതായത് വരുന്നത് വരട്ടെ, വന്നു കഴിഞ്ഞാൽ അതിനെ ആ സമയത്ത് എങ്ങനെയാണോ അതുപോലെ ഫേസ് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ പോകാൻ പറയുന്നുണ്ട് പലരോടും. അതായത് നിങ്ങളെ ആക്ഷൻ എടുക്കാനായിട്ട് പേടിക്കുന്നു പല കാര്യത്തിലും. പേടിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ആഗ്രഹിക്കുന്ന കാര്യം അത് നമുക്ക് നേടണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കണം. പേടിച്ചുകൊണ്ടിരുന്നാൽ നമുക്കതൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് സ്ട്രെങ്ത് കാർഡാണ് വന്നത്. പേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് പ്രോബ്ലംസ്, പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ലൈഫിൽ ഉണ്ടാകും. നമ്മളത് സ്ട്രോങ് ആയിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾക്ക് പ്രശ്നങ്ങൾ വരണം. ലൈഫാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ലൈഫാണോ, ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഓരോ പ്രശ്നങ്ങളെ നേരിട്ട് നമ്മൾ സ്ട്രോങ് ആവും. ഒരു പ്രശ്നം നമ്മൾ ഭയങ്കര പേടിയോടെ ആയിരിക്കും, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, നമ്മൾ എന്തോന്ന് പേടിച്ചിരിക്കും. ആ പ്രശ്ന പരിഹാരം ഈസി ആയിട്ടായിരിക്കും അത് പരിഹരിച്ച് അത് കടന്നു പോകുമ്പോഴായിരിക്കും ഇത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരും. അപ്പൊ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനെ ഫേസ് ചെയ്ത് അങ്ങനെ കഠിനമെന്ന് തോന്നുന്നു നമ്മൾ ഓരോ പ്രശ്നത്തെയും തരണം ചെയ്ത് നമ്മൾ പ്രശ്നങ്ങൾ നമുക്ക് ഈസി ആവുന്നുണ്ടാവും. സ്ട്രെങ്ത് കാർഡാണ് തന്നിരിക്കുന്നത്. സ്ട്രോങ് ആണ്. നമ്മൾ പ്രശ്നങ്ങളെ തരണം ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് മാറും. ആ പ്രശ്നങ്ങൾ നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും, ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ പേടി കളയണം. ഒന്നിനെയും പേടിച്ചിരിക്കാൻ പാടില്ല എന്നാണ്. പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ പേടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ദുഃഖകരമായി പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷമില്ലാത്തതായി തീരുന്നത്. അപ്പം നിങ്ങൾ ഭയമില്ലാത്തൊരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ആ വ്യക്തികൾക്ക് നിങ്ങളെ പേടിയാവും. നിങ്ങളെ പേടിയുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടാണ് പലരും നിങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾ ഭയപ്പെടുന്നില്ല, ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ആ പേടിക്കുന്ന വ്യക്തിയോ സാഹചര്യം എന്തായാലും അതിനെ പേടിക്കുന്നില്ലെന്ന് അവർക്ക് ആ പേടിപ്പിക്കുന്ന വ്യക്തികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പം അവർ നിങ്ങളെ പേടിക്കും. അതാണ് ആ ഒരു സിറ്റുവേഷനിൽ വരുന്നത്. നമ്മൾ പേടിച്ചാൽ വീണ്ടും നമ്മളെ പേടിപ്പിക്കാനും അടിച്ചമർത്താനുമാണ് ആളുകളുള്ളത്. നമ്മൾ പേടിക്കേണ്ടതില്ല. ഭയത്തിനെ നമ്മൾ റിമൂവ് ചെയ്യണം നമ്മുടെ ലൈഫിൽ നിന്ന് കേട്ടോ. അതാണ് നിങ്ങൾ ചിലരോട് പറയുന്നത്. ഭയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് പഠിക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നവർക്ക് ഹയർ സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി വിദേശത്ത് പോകാൻ IELTS ജർമ്മനോ അങ്ങനത്തെയൊക്കെ ഭാഷകളൊക്കെ പഠിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശ യാത്ര കാണുന്നുണ്ട് പലർക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വിദേശത്ത് പോകും. അതിനായിട്ട് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നോർത്ത് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. മജീഷ്യൻ എനർജിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു മാജിക്കൽ പവർ ഉള്ള വ്യക്തികളാണ്. മാജിക്കൽ പവർ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ട്. നിങ്ങളിൽ പലർക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ ഒരു ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാവാം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥയാവാം, മുന്നോട്ട് എങ്ങനെ ഒരുപാട് കടങ്ങൾ, വലിയൊരു പടുകുഴിയിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ, എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കഴിയും, നിങ്ങളിലേക്കൊന്ന് നോക്കൂ. നിങ്ങളിൽ തന്നെ എന്തോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒരു രീതിയിലൂടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് നിങ്ങൾ ചിലരോട് പറയുന്നത്. അത് നിങ്ങളോട് ആരോടാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ജോലിയില്ല, ആരും ജോലി തരുന്നില്ല, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല. നിങ്ങൾക്ക് കുക്കിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ബിസിനസ് ചെയ്യാം. ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യുക, ആക്ഷൻ എടുക്കുക, അതായത് തുടങ്ങുക. നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും. ഏതെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു സക്സസ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളിൽ ചിലർ നിങ്ങളുടെ വ്യക്തിയെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നു. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൂടിച്ചേരാൻ പറ്റും.
നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുമായി കൂടിച്ചേരാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളിൽ ചിലർക്ക് നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നോ കോണ്ടാക്റ്റിലാണ്, അതുകൊണ്ട് ആ ഒരു വ്യക്തി എന്നെ മറന്നു പോയോ, അത് ആ ഒരു വ്യക്തി മറ്റൊരു റിലേഷനിലേക്ക് പോയോ, എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, എന്നോട് സ്നേഹമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് വരാത്തത് എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലമാണ്, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ പ്രോബ്ലംസിൽ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അധികം താമസിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരും. ആ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ അവർക്ക് ഒരുപാട് സ്നേഹമാണ്, നിങ്ങളോടൊപ്പം നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വരുമെന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചിലരോട് റീചാർജ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ സ്വയം റീചാർജ് ആവാൻ പറയുന്നത്. സ്വയം റീചാർജ് ആവുന്ന എന്താണ്, എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് റീചാർജ് ആവും. പിന്നെ നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ റീചാർജ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾ ആരൊക്കെ സ്വയം റീചാർജ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണ്, നിങ്ങൾ റീചാർജ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവം, അതായത് നിങ്ങളെ വിളിക്കുന്ന ഒരു ദൈവമുണ്ടോ, ആ ഒരു ദൈവത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളോട് ചിലരോട് പറയുന്നത്, നിങ്ങൾക്ക് വരുന്ന വരുമാനം മുഴുവൻ ചെലവഴിച്ച് തീർക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് സേവിങ്സ് പറയുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് എങ്കിലും നിങ്ങൾ സേവിങ്സ് ചെയ്യണം, സേവിങ്സിലേക്ക് മാറ്റി വെക്കണം, സേവ് ചെയ്യേണ്ടതുണ്ട്. ചെറിയൊരു എമൗണ്ട് എങ്കിലും നമ്മൾ മുഴുവനും ചിലവാക്കി കളയില്ല. അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് ദിവസവും ആഴ്ചയോ ഒരു ചെറിയ എമൗണ്ട് എങ്കിലും സേവ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. ആരൊക്കെയോ ദൂർത്തടിച്ച് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, നിങ്ങൾക്കൊരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ചിലരുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല നല്ല ചേഞ്ചസ്, പുതിയ ഒരുപാട് ഡോറുകൾ ഓപ്പൺ ചെയ്തു വരുന്നുണ്ട്. അതായത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികം ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആരിൽ നിന്നൊരു സഹായമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, സാമ്പത്തിക സഹായമോ ജോലിയോ ഒക്കെ എന്തെങ്കിലും വഴിയിലൂടെ കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒക്കെയുള്ള വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വരാൻ പോകുന്നുണ്ട്. ഡോർ ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് സാമ്പത്തികം നിങ്ങളിൽ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട്. അതായത് നിങ്ങളൊരു റിച്ച് ആകാൻ തുടങ്ങുന്നു, റിച്ച് ആയിക്കൊണ്ട് പല വഴിയിലൂടെ സാമ്പത്തികം വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. ഒരു റിച്ച് എനർജി നിങ്ങൾക്ക് ആർക്കൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ ഒരുപാട് റിച്ചാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീടും ഗോൾഡ്, കാറ് എല്ലാം, ഒരുപാട് വസ്തുവകകളൊക്കെ വാങ്ങാനും ഒരുപാട് സേവിങ്സും ഒക്കെ ആയിട്ട് ഒരു റിച്ച് എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട് ആർക്കൊക്കെയോ. നിങ്ങൾ വിചാരിക്കും എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്, ഇനി എൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്കൊരു റിച്ച് എനർജി കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വരും. നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ ഒരു റിച്ച് ആയിരുന്നിരിക്കാൻ, നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എല്ലാം. ഇപ്പം വളരെയധികം മാനസിക വിഷമത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു, നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരികെ വീണ്ടെടുക്കാൻ കഴിയും. നിങ്ങളുടെ പഴയ ഒരു ലൈഫിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരികെ പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക, അതൊക്കെ തിരികെ പിടിക്കാൻ കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആണ് കേട്ടോ. അതായത് പെന്റിക്കിൾസും സോഡ്സും വാൺസും എല്ലാം ഉണ്ട്. അപ്പം ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ജെമിനി, ലിബ്ര, അക്വേറിയസ്. ഒരുവിധം എല്ലാ സയൻസും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സയൻസും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ജൂലൈ മാസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ ജൂലൈ മാസം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള മാസമാണ്.
എൻ്റെ ജന്മദിനം ഈ ജൂലൈ മാസമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജൂലൈ മാസം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാസമായിരിക്കട്ടെ, ഒരുപാട് അത്ഭുതങ്ങളുടെ മാസമായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.